രവിവർമ്മൻ പറയുകയാണ്, ഇവരുമായിട്ടൊരു ടൈപ്പ് ഉണ്ടാക്കാൻ ഞാനും ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ അതിന് ഇറങ്ങിത്തിരിക്കാൻ കഴിയില്ല. ഏതായാലും അത് ആനന്ദ് ഗ്രൂപ്പിന് ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിനുശേഷം കല്യാണിയെ നോക്കി രവിവർമ്മൻ പറയുകയാണ്, അതല്ല എനിക്ക് അത്ഭുതം, കല്യാണിയെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അന്ന് നിങ്ങളുടെ കല്യാണ ഫംഗ്ഷന് വന്നപ്പോൾ പോലും ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചപ്പോൾ കല്യാണിയെ എനിക്ക് മനസ്സിലായില്ല. കല്യാണി പറയുകയാണ്, ആ ഒരു അവസരത്തിൽ സ്വയം പരിചയപ്പെടുത്തുവാനും ഞാൻ മറന്നുപോയി. സോറി സാർ എന്ന് പറയുമ്പോൾ രവിവർമ്മൻ പറയുകയാണ്, അതൊന്നും സാരമില്ല. പരീക്ഷാ ഹാളിൽ ടീച്ചർക്കല്ലല്ലോ പ്രാധാന്യം, നമ്മൾ എഴുതുന്ന ഉത്തരങ്ങൾക്കല്ലേ. പിന്നെ എങ്ങനെ പോകുന്നു ആനന്ദ്, കമ്പനി കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു സാർ എന്ന് ആനന്ദ് പറയുകയാണ്. എന്നിട്ട് അരവിന്ദിനോട് രവിവർമ്മൻ ചോദിക്കുകയാണ്, അരവിന്ദ് ഇപ്പോൾ കമ്പനിയിൽ സജീവമാണെന്ന് കേട്ടല്ലോ. സജീവമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് അരവിന്ദ്. കല്യാണി, അവതരണം ഗംഭീരം, തുടർന്നും ഈ ഉത്സാഹം ഉണ്ടാകണം. ഉണ്ടാകും സാർ. രവിവർമ്മൻ പറയുകയാണ്, വളരെ പുതുമയുള്ളതും മാനവരാശിക്ക് ഏറെ പ്രയോജനമുള്ളതും ഏറെ ലാഭകരവുമായ ഒരു പ്രോജക്റ്റ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെട്ടു. വളരെ തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, വീണ്ടും കാണാം എന്ന് പറഞ്ഞ് രവിവർമ്മൻ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം തൃച്ചംബരത്ത് എത്തുകയാണ് അവർ. പുറത്ത് അവരെ നന്ദന കാത്തു നിൽക്കുകയാണ്. അരവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുകയാണ്, അവൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണിയെ കണ്ട ഉടനെ നന്ദന പറയുകയാണ്, കൺഗ്രാറ്റുലേഷൻസ് കല്യാണി. ഷീ ഡിഡ് ഇറ്റ്, താങ്ക്സ് നന്ദന എന്ന് പറയുകയാണ് കല്യാണി. എന്നിട്ട് അവരെ എല്ലാവരെയും സന്തോഷത്തോടു കൂടി അകത്തേക്ക് ക്ഷണിക്കുകയാണ് നന്ദന. നന്ദന പറയുകയാണ്, ഇതൊരു ചെറിയ വിജയം അല്ല കല്യാണി, ഈ വിജയത്തിന് വല്ലാത്തൊരു തിളക്കമുണ്ട്. ബിസിനസ്സിൽ ബിരുദങ്ങളും എക്സ്പീരിയൻസും ഉള്ള ഞങ്ങൾക്ക് പോലും അസാധ്യമായിരുന്ന കാര്യങ്ങളാണ് കല്യാണി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കല്യാണിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കല്യാണി പറയുകയാണ്, ഇത് എന്റെ മാത്രം വിജയമല്ല, ഇത് തൃച്ചംബരത്തിന്റെ കൂടി വിജയമാണ്, നമ്മൾ എല്ലാവരുടെയും വിജയമാണ്. നമ്മൾ എല്ലാവരും കൂടിയല്ലേ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്, അത് ഞാൻ പോയി അവതരിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. നന്ദന പറയുകയാണ്, പഠിച്ചിട്ടോ പഠിപ്പിച്ചിട്ടോ കാര്യമില്ലല്ലോ കല്യാണി, അത് മറ്റുള്ളവരുടെ മുൻപിൽ പോയി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ് പ്രസക്തി. അരവിന്ദ് പറയുകയാണ്, അതെ കല്യാണി, പ്രസന്റേഷനിലാണ് കഴിവുണ്ടാകേണ്ടത്, അത് കല്യാണിക്ക് ഉണ്ടായിരുന്നു, അത് തന്നെയാണ് വിജയിച്ചതും. കല്യാണി ഇനി എത്ര അഭിനന്ദിച്ചാലും പോരാതെ വരും അല്ലേ. ആനന്ദ് പറയുകയാണ്, ലക്ഷ്യം ഉറപ്പിച്ചതായിരുന്നു, അതിനപ്പുറം വിജയിക്കും എന്നതിലുള്ള ആത്മവിശ്വാസവും ഈ വിജയത്തിന് പിന്നിൽ അതുമാത്രമാണ്. അന്നേരം അവിടേക്ക് വരികയാണ് വിലാസിനി. വിലാസിനിയോട് നന്ദന പറയുകയാണ്, ആന്റി, കല്യാണി അവതരിപ്പിച്ച പ്രോജക്റ്റ് വിജയിച്ചു, ആ കനേഡിയൻ കമ്പനിയുമായിട്ടുള്ള ബിസിനസ് നമുക്കാണ്. ആണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചിട്ട് വിലാസിനി പറയുകയാണ്, അതിനിപ്പോൾ ഇത്ര തുള്ളിച്ചാടാൻ എന്തിരിക്കുന്നു. പെട്ടെന്ന് എല്ലാവരുടെയും മുഖം മങ്ങുകയാണ്. വിലാസിനി പറയുകയാണ്, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയുന്ന കമ്പനിയാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ബിസിനസ് ചെയ്യാൻ കനേഡിയൻ കമ്പനി എന്നല്ല, ലോകത്തുള്ള ഏത് കമ്പനിയും ആഗ്രഹിക്കും. അങ്ങനെ കിട്ടിയതാണ് ഇത്, അല്ലാതെ ഇവിടെന്ന് കെട്ടിയൊരുങ്ങി പോയവരുടെ മിടുക്കുകൊണ്ടൊന്നും അല്ല. പെട്ടെന്ന് അരവിന്ദ് നന്ദനെ വിളിക്കുകയാണ്, നന്ദന ഒന്നിങ്ങോട്ട് വരൂ. എന്നിട്ട് നന്ദനയോട് പതുക്കെ പറയുകയാണ്, മനസ്സ് നിറയെ അസൂയയും കുശുമ്പും ഉള്ള ഇവരോട് നീ അല്ലാതെ മറ്റാരെങ്കിലും ഇത് പറയാൻ പോകുമോ. മറുപടി കേട്ടപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ. വിലാസിനി ചോദിക്കുകയാണ്, എന്താണാവോ അവളുടെ ചെവിയിൽ മന്ത്രമോതിക്കൊണ്ടിരിക്കുന്നത്. അരവിന്ദ് പറയുകയാണ്, അതല്ലെന്നേ, പുതിയൊരു വൈറസ് കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂസിലുണ്ടായിരുന്നു, ആ കാര്യം പറയുകയായിരുന്നു. വിലാസിനി പറയുകയാണ്, എനിക്കറിയാമെടാ നീ എന്താണ് പറഞ്ഞതെന്ന്. അത് കേട്ട് ആനന്ദും കല്യാണിയും ഒക്കെ ചിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് കല്യാണത്തിന് പോയ അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും ഒക്കെ തിരിച്ചെത്തുകയാണ്. അവരെ കണ്ടപ്പോൾ അരവിന്ദ് പറയുകയാണ്, ഇതാരാ ഇത്, ആ അമ്മയും അച്ഛനും വന്നല്ലോ. തന്നെ കല്യാണിയോട് പറയുകയാണ്, കല്യാണി, നീ തന്നെ ഈ സന്തോഷ വാർത്ത അഖിലാന്റിയോട് പറയണം കേട്ടോ, ആന്റിക്കും അങ്കിളിനും എന്ത് സന്തോഷമാവുമെന്നോ അല്ലേ. അകത്തേക്ക് കയറിയ അഖിലയുടെ മുഖം കല്യാണിയെ കണ്ട് പെട്ടെന്ന് മാറുകയാണ്. അച്ഛാ, പ്രോജക്റ്റ് സക്സസ് എന്ന് അരവിന്ദ് ശിവരാമകൃഷ്ണനോട് പതിയെ പറയുകയാണ്. കല്യാണി അഖിലയോട് വന്ന് പറയുകയാണ്, മാഡം, ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അഖിലാണ്ടേശ്വരി പറയുകയാണ്, എനിക്ക് അതൊന്നുമല്ല അറിയേണ്ടത്, നീ നിന്റെ കുടുക്കയോ തകരപ്പെട്ടിയോ ഒക്കെ പൊട്ടിച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് പകരമായിട്ട് ചെന്ന് ഒരു കല്യാണം നടത്തിക്കൊടുത്തു എന്നറിഞ്ഞല്ലോ, ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അഖില. ആരുടെ അനുവാദപ്രകാരമാണ് നീ അത് ചെയ്തത്. നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് പകരക്കാരിയായിട്ട് അവിടെ ചെന്ന് ആ കല്യാണം നടത്തി കൊടുക്കാൻ. അത് എന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുമ്പോൾ അഖിലാണ്ടേശ്വരി വീണ്ടും പറയുകയാണ്, ധിക്കാരം കാണിക്കുന്നതിനൊക്കെ ഒരതിരുണ്ട്. പെട്ടെന്ന് അരവിന്ദ് പറയുകയാണ്, അത് അങ്ങനെ അല്ലമ്മേ, പക്ഷെ അരവിന്ദിന് പറയാൻ അഖില സമ്മതിക്കുന്നില്ല. ഞാനും ഇവളും കൂടിയാണ് സംസാരിക്കുന്നത്, നിന്റെ മധ്യസ്ഥത ആവശ്യമില്ല. പെട്ടെന്ന് കൊണ്ടുവന്ന ബാഗ് എടുത്തിട്ട് അഖിലാണ്ടേശ്വരി പറയുകയാണ്, നിന്റെ ഔദാര്യമെന്നും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് കല്യാണിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് അഖില. നീ കൊണ്ടുകൊടുത്ത തുകയും അതിന്റെ പലിശയും ഇതിനകത്തുണ്ട് മാഡം, ഞാനെന്ന് പറഞ്ഞ് കരയുകയാണ് കല്യാണി. രാമകൃഷ്ണൻ ചോദിക്കുകയാണ്, അഖില നീ എന്താണ് ചെയ്യുന്നത്. അരവിന്ദ് പറയുകയാണ്, അച്ഛൻ കണ്ടില്ലേ അമ്മ എന്താണ് ചെയ്തതെന്ന്. അമ്മയുടെ മനസ്സിലുള്ള പകയുടെയും പ്രതികാരത്തിന്റെയും തീ കൊളുത്താതെ ഇതൊന്നും തൃച്ചംബരത്ത് ഇതൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കല്യാണി നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കാൻ തയ്യാറാകണം.
ഒരാൾ മറ്റൊരാളോട് ക്ഷമിക്കുമ്പോഴാണ് ദൈവം വിളക്കായി മനസ്സിൽ പ്രകാശിക്കുന്നത്. അരവിന്ദ് പറയുകയാണ്, അമ്മ ഒരിക്കലും സ്വയം തിരുത്താൻ തയ്യാറാകുന്നില്ലല്ലോ അച്ഛാ. അമ്മയെ കല്യാണി ഇപ്പോൾ ചെയ്തത് തെറ്റാണോ? അമ്മ മറന്നുപോയ കാര്യം കല്യാണി ഓർമ്മിച്ചു. അമ്മയുടെയും തൃച്ചംബരത്തിന്റെയും യശസ് ഉയർത്താനല്ലേ കല്യാണി ശ്രമിച്ചത്. അത് ഇത്ര വലിയ തെറ്റാണോ അമ്മയത്? എന്റെ അഭിമാനം സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരേണ്ട. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അന്തസ്സും അഭിമാനവും ഉള്ളവൾ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ആരും ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ശിവരാമകൃഷ്ണൻ ചോദിക്കുകയാണ്, അഖില, എന്റെ അഖിലയ്ക്ക് ഇനിയും ഒരു മാറ്റമില്ലേ? അഖില, നിന്റെ നിർദ്ദേശപ്രകാരം ഒരു പരീക്ഷണത്തിൽ വിജയിച്ചു വന്നവളാണ് കല്യാണി. ഇന്ന് തൃച്ചംബരത്തിനും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷമാണ്. ആ പ്രോജക്റ്റ് വിജയിച്ചു വന്ന കല്യാണിയെ അഭിനന്ദിക്കുന്നതിന് പകരം അപമാനിക്കുകയല്ലേ നീ ചെയ്യുന്നത്? ദേഷ്യപ്പെട്ട് അഖില പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, സഹിക്കാവുന്നവർ മാത്രം എന്നെ സഹിച്ചാൽ മതി. എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അഖില. ശിവരാമകൃഷ്ണൻ അഖില എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അഖിലാണ്ടേശ്വരി അത് കേൾക്കുന്നില്ല. കരഞ്ഞു നിൽക്കുന്ന കല്യാണിയെ ചേർത്ത് പിടിച്ച് ശിവരാമകൃഷ്ണൻ പറയുകയാണ്, കൺഗ്രാറ്റുലേഷൻസ് മോളെ. അഖില ഇപ്പോൾ ദേഷ്യപ്പെട്ടെങ്കിലും മനസ്സുകൊണ്ട് അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടാവും. എനിക്കറിയാം ആ മനസ്സ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസിനെയും ഗംഗയെയും പ്രിയങ്കയുമാണ്. കൂടെ വിലാസിനിയുമുണ്ട്. വിലാസിനി പറയുകയാണ്, അവൾക്കിനി എന്തു വേണം? ഏതോ പട്ടിക്കാട്ടിൽ നിന്ന് വന്ന് അടുക്കളക്കാരി എന്നും പറഞ്ഞ് എന്തുമാത്രം കളിയാക്കിയിട്ടുണ്ട് അവളെ നമ്മൾ. എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? നേടേണ്ടതെല്ലാം അവൾ നേടിയില്ലേ? ഗംഗ പറയുകയാണ്, അവൾ എത്ര ഭംഗിയായി എങ്ങനെ പ്രോജക്റ്റ് അവതരിപ്പിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിലാസിനി പറയുകയാണ്, അതെ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരന്റെ ഭാര്യയാണ് ഇപ്പോൾ കല്യാണി. അത് പോരെങ്കിൽ സഹായിക്കാനായി കൂടെ ഗോൾഡ് മെഡലിസ്റ്റായ നന്ദനയും പിന്നെ അരവിന്ദും. ശ്രീനിവാസൻ പറയുകയാണ്, എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ ഒരു ടാലന്റ് വേണ്ടേ? വിലാസിനി പറയുകയാണ്, എന്ത് ഇന്ദ്രജാലം കാണിച്ചാണെങ്കിലും അതിലവൾ വിജയിച്ചല്ലോ. അമ്മായിയമ്മയും അംഗീകരിക്കപ്പെടാത്ത മരുമകളും തമ്മിലുള്ള മത്സരത്തിൽ മരുമകളായ കല്യാണിയല്ലേ വിജയിച്ചത്? ഇപ്പൊ എനിക്ക് തോന്നുന്നത് പുറമെ ദേഷ്യം കാണിച്ചാലും കല്യാണി വിജയിക്കുന്നത് അഖിലയ്ക്ക് ഇഷ്ടമാകുന്നു എന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും മൂത്ത മകന്റെ ഭാര്യയല്ലേ. മറ്റുള്ളവരുടെ മുൻപിലൊക്കെ അതൊക്കെ ഒരു അഭിമാനമല്ലേ? മറ്റുള്ളവരുടെ മുൻപിൽ എല്ലാം ഒരു അഭിനയവും മാത്രമോ? ആ കല്യാണ സ്ഥലത്ത് പോയി അഖിലയുടെ അഭിമാനവും കല്യാണി അവിടെ രക്ഷിച്ചില്ലേ? തമ്മിൽ ഇടക്കാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസമെല്ലാം ഉള്ളുകൊണ്ട് അതേപടി തീർന്നില്ലേ? പ്രിയങ്കയെ തട്ടിയിട്ട് വിലാസിനി ചോദിക്കുകയാണ്, അതെ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഓ, തോറ്റുപോയതിന്റെ ദുഃഖമായിരിക്കും. ഇത്ര നിസ്സാരമായ കാര്യങ്ങളിലൊന്നും പ്രിയങ്ക ദുഃഖിക്കാറില്ല ആന്റി. ഇത് എനിക്കേറ്റ ഒരു പരാജയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരിടത്ത് പരാജയപ്പെട്ടാൽ നാഗമിടത്ത് പ്രിയങ്ക 9 വിജയിച്ചിരിക്കും. വിലാസിനി പറയുകയാണ്, പരാജയപ്പെട്ടതിന്റെ ജാള്യത മറയ്ക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം. എന്തൊക്കെയായിരുന്നു അന്ന് പ്രിയങ്ക പറഞ്ഞത്? ദുർബലതകളില്ലാത്ത മനുഷ്യരില്ല. മേനക കാൽച്ചിലമ്പ് അണിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ തപസ് പോലും അവസാനിച്ചുവെന്ന്. ഏതോ ഒരു രാജീവ് വെങ്കടേഷ്, അയാള് കോളേജിൽ സീനിയർ ആയിരുന്നെന്നോ അയാളൊരു സ്ത്രീലമ്പടനായിരുന്നെന്നോ ഒരു പെണ്ണിന്റെ കടക്കണ്ണിൽ എന്നെ കത്തിക്കുമെന്നോ. ഹോ, കത്തിക്കരിഞ്ഞതിപ്പോൾ നമ്മളല്ലേ? അങ്ങ പറയുകയാണ്, റിസപ്ഷനിൽ വെച്ച് ആനന്ദും അരവിന്ദും എന്നെ കണ്ടപ്പോൾ അന്താളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ലിഫ്റ്റിലിറങ്ങിയ കല്യാണി വിളറി വെളുത്ത് എന്നെ നോക്കുന്നതും ഞാൻ കണ്ടതാണ്. പ്രിയങ്ക പറയുകയാണ്, പറഞ്ഞതുപോലെ തന്നെ ഞാൻ എല്ലാം ആസൂത്രണം ചെയ്തതാണ്. രാജീവ് വെങ്കടേഷിന് പകരം ഓർക്കാപ്പുറത്ത് ആ രവിവർമ്മൻ വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതോടെ കാര്യങ്ങൾ വിപരീതമായി. ആനന്ദിന്റെയും കല്യാണിയുടെയും മാരേജ് റിസപ്ഷനും ഈ രവിവർമ്മൻ ഉണ്ടായിരുന്നു. വിലാസിനി പറയുകയാണ്, ഏതായാലും അഖില നൽകുന്ന പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ചു കയറുകയാണ് കല്യാണി. ചിദംബരത്തിന്റെ മൂത്ത മരുമകളാകാനുള്ള പടവുകൾ അവർ വളരെ വേഗത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവളെ അവിടത്തെ മഹാറാണിയാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദും അരവിന്ദുമൊക്കെ കണ്ടുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ അങ്ങ് മാറി നിന്നാൽ എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ജീവിച്ചു പോകാം. മഹാറാണി പട്ടം മോഹിച്ച് എനിക്ക് ദാസ്യപ്പെട്ടമെങ്കിലും കിട്ടുമല്ലോ. അതാ ഇപ്പോ ഒരു ആശ്വാസം. പ്രിയങ്ക പറയുകയാണ്, വിലാസിനി ആന്റി പ്രിയങ്കയുടെ ഹൃദയത്തിലേക്കാണ് കുത്തുവാക്കുകൾ അയക്കുന്നത്. എന്നാലും ഒരു കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. പരാജയം 1000 വിജയങ്ങൾ ആഘോഷിക്കാനുള്ള ആവേശമാണ് ഈ പ്രിയങ്കയ്ക്ക്. ശത്രു ശക്തരായി വരുമ്പോഴേ എന്റെ യുദ്ധമുറകൾക്ക് വീറും വാശിയും വരികയുള്ളൂ. പിന്നെ രക്തം കണ്ടേ ഞാൻ യുദ്ധം അവസാനിപ്പിക്കൂ. ഇനി മുതൽ എന്റെ പ്രഥമ ശത്രു കല്യാണിയാണ്, കല്യാണി മാത്രം. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്തെ അടുക്കളയാണ്. സുജാതേച്ചിന്ന് വിളിച്ചുകൊണ്ട് കല്യാണി വരുമ്പോൾ സുജാത പറയുകയാണ്, കല്യാണി, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് കല്യാണിയുടെ കൈ പിടിച്ചു പറയുകയാണ്, അഭിനന്ദനങ്ങൾ. എനിക്കൊത്തിരി സന്തോഷമായി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്. ഇത്രയും വലിയ ഒരു കാര്യം നീ പഠിച്ചു, അതും വലിയ വലിയ ആളുകളുടെ മുൻപിൽ അവതരിപ്പിച്ച് വിജയിക്കുകയും ചെയ്തു. നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കല്യാണി. വളരെ സന്തോഷമെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് സുജാത. അപ്പോൾ ജയന്തി അവിടേക്ക് വരികയാണ്. ജയന്തി പറയുകയാണ്, ഒറ്റ മണിക്കൂർ കൊണ്ട് അറബിക്കടൽ നീന്തി വന്ന് ഗിന്നസ് ബുക്കിൽ കയറി എന്നൊക്കെ പറയുന്ന പോലെ മഹാകാര്യമല്ലേ ചെയ്തിട്ട് വന്നേക്കുന്നത്. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആന്റി എന്നോട് എല്ലാം പറഞ്ഞു. ആനന്ദേട്ടനും അരവിന്ദേട്ടനും നന്ദനയും കൂടി ഉറക്കമിളച്ചിരുന്ന് എല്ലാം കൂടി ഇവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ പ്രോജക്റ്റ് അവതരിപ്പിക്കാനാണ് ഇവള് പോയത്.
പ്രോജക്റ്റ് കേൾക്കാൻ വന്നത് ഏതോ ഒരു രവിവർമ്മൻ. അയാളെ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച് എല്ലാവരും കൂടി പ്രോജക്റ്റ് അംഗീകരിപ്പിച്ചു. പെട്ടെന്ന് കല്യാണി ദേഷ്യത്തോടെ ജയന്തിയെ നോക്കുകയാണ്. അന്നേരം പേടിച്ചു മാറുകയാണ് ജയന്തി. സുജാത ചിരിക്കുകയും ചെയ്യുന്നു. ജയന്തി വീണ്ടും പറയുകയാണ്, എന്നിട്ട് ഇവള് ഒറ്റയ്ക്ക് പ്രോജക്റ്റ് അവതരിപ്പിച്ചു, വിജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുവാ. ഇതൊക്കെ അരി ആഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? വിലാസിനി ആന്റിയെ എന്നോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. നിന്നെ 10 പറയാനും പറഞ്ഞു. നീ എന്ത് വിചാരിച്ചു ഇത്തരം തന്ത്രങ്ങളൊക്കെ കാണിച്ച് ഒരു ഫയലും ഒപ്പിടിപ്പിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാൽ അഖിലാന്റി എന്താ നിന്നെ കെട്ടിലമ്മയായിട്ട് ഇവിടെ വാഴിക്കുമെന്ന് വിചാരിച്ചോ? അവള് തൃച്ചംബരത്തിന്റെ മഹാറാണിയാവാൻ വേണ്ടി വാഴാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ചില്ലറ മോഹങ്ങൾ വല്ലതുമാണോ? പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കല്യാണി ചായ ഇടുകയാണ്. വീണ്ടും ജയന്തി പറയുകയാണ്, എടി അന്തസ്സും ആഭിജാത്യവും കുലമഹിമയുമുള്ള തൃച്ചംബരത്തിന്റെ അനന്തരാവകാശി എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ജയന്തി. എടി അതിനൊക്കെ തറവാടിത്തം വേണം, പാരമ്പര്യമുള്ള പൈതൃകം വേണം. ഏതോ ഓണം കേറാമൂലയിൽ ഒരു മാടത്തിൽ ഡ്രൈവറിന്റെ മകളായി ജനിച്ച നിനക്ക് എവിടെന്നാടി പാരമ്പര്യം? അവള് അകത്തമ്മയാകാൻ വേണ്ടി ഒരുങ്ങുന്നു. നിന്റെ എല്ലാ അഭ്യാസവും ഒക്കെ കണ്ട് എല്ലാം അങ്ങ് വിശ്വസിക്കാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഒരു മണ്ടിയൊന്നുമല്ല. നിന്റെ മനസ്സിലൊരു എന്താണെന്ന് അഖിലാന്റിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് കത്തിയുമായി നിൽക്കുന്ന സുജാതയെ കണ്ട് പേടിച്ചു മാറുകയാണ് ജയന്തി. ജയന്തി പറയുകയാണ്, നീ ഈ തൃച്ചംബരം മൊത്തത്തിൽ വിഴുങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവളാണെന്നും നിന്റെ ഉദ്ദേശം ഇവിടത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അത് അഖിലാന്റിക്കും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മനസ്സിലായിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും 7 അയൽപക്കത്ത് കൂടി പോയിട്ടില്ല. അവൾ ഇവിടത്തെ ആനന്ദേട്ടനെ തട്ടിയെടുത്തതും പോരാ, ഇവിടത്തെ കെട്ടിലമ്മ ചമയാൻ വേണ്ടി നോമ്പ് നോറ്റിരിക്കുന്നു. അതൊന്നും ഇവിടെ ഇനി ചെലവാകില്ലടി. എല്ലാം അഖിലാന്റിക്ക് അറിയാം. പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നത് പോലെ നിന്നെ അഖിലാന്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും കൊല്ലില്ല. കല്യാണിയെ നോക്കിയിട്ട് ജയന്തി പറയുകയാണ്, അവളുടെ ഒരു ഭാവം കണ്ടില്ലേ? അംഗം ജയിച്ചു വന്ന ഉണ്ണിയാർച്ചയുടെ ഭാവം. എടി ചിതലിന് ചിറക് മുളയ്ക്കുന്നതേ മരിക്കാനാണ്. ഏതെങ്കിലും വിളക്കിന്റെ നാളത്തിൽ വന്ന് വീണ് ചിറകെരിഞ്ഞു ചാവാൻ. നിന്റെ അന്ത്യവും അങ്ങനെ തന്നെയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ചായ ഉണ്ടാക്കി അതുമായി പോകുകയാണ് കല്യാണി. കല്യാണിയെ തടഞ്ഞിട്ട് ജയന്തി പറയുകയാണ്, എടി നിക്കടി അവിടെ. എന്താടി ഞാൻ ഇത്രയും നാവിട്ടലച്ച് പറഞ്ഞിട്ടും നിനക്കൊന്നും പറയാനില്ലേ? കല്യാണി പറയുകയാണ്, നാവ് നല്ലത് മാത്രം പറയാനുള്ളതാണെന്ന് കൂരയിൽ ജനിച്ചതാണെങ്കിലും എന്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കല്യാണി. സുജാത നിന്ന് ചിരിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ജയന്തി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.